വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച രാവിലെ 10-ന് നടക്കും. മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും സതീശനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് ഘടകകക്ഷികൾക്കുള്ളിൽ തിടുക്കത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഞായറാഴ്ച മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറിയേക്കും. എന്നാൽ ഓരോ പാർട്ടിക്കുമുള്ള മന്ത്രിമാരുടെ എണ്ണം, വകുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും തീരുമാനമാകാനുണ്ട്. മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനങ്ങൾ ചോദിക്കുമോ എന്ന കാര്യം കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലെ വ്യക്തമാകൂ. 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളും സമുദായ പരിഗണനകളും കണക്കിലെടുത്ത് വേണം മന്ത്രിമാരെ നിശ്ചയിക്കാൻ. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ട കെ.സി. വേണുഗോപാലും തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവർക്കായി മന്ത്രിസ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതെല്ലാം പരിഹരിച്ചാൽ മാത്രമേ മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കാൻ കഴിയൂ. സത്യപ്രതിജ്ഞയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. 10,000-ഓളം പേർക്ക് ഇരിക്കാനാകുന്ന തരത്തിലാണ് പന്തലൊരുക്കുന്നത്. 100,000-ഓളം പേർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. പൊതുജനങ്ങളുടെ പ്രവേശനം പാസ് മൂലമാണ് നിയന്ത്രിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പന്തലിൻ്റെ വശങ്ങളിൽ വീഡിയോ വാൾ ഒരുക്കുന്നതിനൊപ്പം നിശാഗന്ധി ഉൾപ്പെടെ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ വലിയ സ്ക്രീനുകളും സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർ ലോക്ഭവനിൽ ഗവർണറുടെ സൽക്കാരത്തിനായി പോകും. പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭ ചേരുന്നതിനുള്ള ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കും. UDF വാഗ്ദാനം ചെയ്ത ജനപ്രിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് കേരളം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങിയ നേതാക്കൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചലച്ചിത്ര മേഖലയിൽ നിന്നടക്കമുള്ള പ്രമുഖർക്കും ക്ഷണമുണ്ട്. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് മാസം 21-ാം തീയതിയാണ് ചേരുക. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അന്ന് നടക്കുമെന്നാണ് വിവരം. 22-ാം തീയതിയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മെയ് 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനവും നടക്കും. ജൂൺ 5-നാണ് പുതുക്കിയ സംസ്ഥാന ബജറ്റ് അവതരണം പ്രതീക്ഷിക്കുന്നത്.